ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാർച്ച് മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക കാല ഈ 3 നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 13-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനലാഭം, പുതിയ സ്ഥാനമാന ലാഭം, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പല നേട്ടങ്ങളെ, ഒരു സന്തോഷം, സമാധാനം, സർക്കാർ സംബന്ധമായോ അധികാരികൾ മൂലമായിട്ടോ ഒക്കെ പല നേട്ടങ്ങളെ, മനസ്സന്തോഷം ഉണ്ടാകുക. അതുപോലെ ആരോഗ്യം വളരെ നന്നായി വരിക, അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് 13-ാം തീയതി വരെ. എന്നാൽ 14-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ്. അത് ദോഷസ്ഥലത്തോട്ട് മാറുന്നു. മീനമാസം 1-ാം തീയതി മുതൽ ദൂരയാത്ര, അതുപോലെ തന്നെ യാത്രാ ക്ലേശങ്ങളെ, അധികമായിട്ടുള്ള ചെലവ്, ചില സ്ഥാന ഭ്രംശത്തിനും വരെയും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്നേഹിതരുമായിട്ടോ കൊലീഗ്സുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ദോഷങ്ങൾക്ക് ഇടയുണ്ട്. അതിന് പരിഹാരമായിട്ട് മഹാദേവന് അല്ല ശിവക്ഷേത്രത്തിലെ ധാര നടത്തലോ കൂളമാല വഴിപാട് ചാർത്തലോ ഇങ്ങനെയുള്ള വഴിപാടിലൊക്കെ ചെയ്യേ ആ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഓം നമഃശിവായ എന്നും ജപിക്കുന്നതും നല്ലതാണ്. കാലത്തും വൈകിട്ടും 108 പ്രാവശ്യം വീതം. പിന്നെ കുജൻ 15-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ദൂരയാത്രയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കാര്യങ്ങളിലെ പല തടസ്സങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. രോഗക്ലേശങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ദോഷാനുഭവങ്ങൾക്ക് ഇടയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിലെ കടുംപായസം വഴിപാട് നടത്തലോ, പുഷ്പാഞ്ജലിയോ, മാല ചാർത്തലോ, നെയ്വിളക്കോ ഇതിലേതെങ്കിലും ഒരു വഴിപാട് ചെയ്യുക, ദോഷം കുറയും. ഇത് ഈ കാലപ്പോഴ് ചൊവ്വാഴ്ച ദിവസം ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞായറാഴ്ച വളരെ നല്ലതാണ്. 13-ാം തീയതി വളരെ പല നേട്ടങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ചൊവ്വാഴ്ച വരുമ്പം വിപരീതമായിട്ട് പറയുന്നു. അപ്പോൾ ആ ദിവസങ്ങളനുസരിച്ച് നമ്മൾ നോക്കണം. എന്നാൽ 15-ാം തീയതിക്ക് ശേഷം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ഈ കുജൻ തന്നെ. ധനധാന്യ വസ്ത്രാദി ലാഭങ്ങൾ, സന്തോഷം, സർവകാര്യ വിജയം, ഭൂമി ലഭിക്കുന്നതിനൊക്കെ സാധ്യത തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് 15-ാം തീയതിക്ക് ശേഷം. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു. മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തര ശതമുണ്ട്. 108 നാമങ്ങളേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ജപിക്കുക. അത് ജപിക്കലോ അല്ലെങ്കിൽ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഒക്കെ ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴൻ ജന്മരാശിയിലാണ്. അതത്ര അനുകൂലനല്ലാത്ത ഒരു അവസ്ഥയാണ്. തൊഴിൽ സ്ഥലത്ത് ചില ക്ലേശങ്ങളോ തർക്കങ്ങളോ ചില മാറ്റങ്ങൾക്കൊക്കെയും സാധ്യതയുണ്ട്. ചില രോഗക്ലേശങ്ങൾക്ക് ഒരു ചെറിയ സാധ്യതയുണ്ട്. സ്വന്തക്കാർക്കായിട്ടോ സ്വന്തം ആവശ്യത്തിനായിട്ടോ ഒക്കെ ഒരു ആശുപത്രിയിലൊന്ന് പോകാനൊരു ചെറിയ സാധ്യത. ചില അപമാനങ്ങൾ കേൾക്കേണ്ടി വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വളരെ വ്യത്യാസമുണ്ടാകും. പക്ഷേ ചില നല്ല കാര്യങ്ങളും ഇതിന് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം ഇതുവരെ ഇല്ലാതിരുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ളൊരു തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ ഇതുവരെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കം, ഒരു തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ വിദേശത്തൊക്കെ പോകുവാൻ ശ്രമിക്കുന്നവർക്കും അതിനും അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. സന്താനങ്ങളുടെ വിദേശഗമനവും അതും നല്ലതാണ്. അതിനും നല്ല സമയമാണ്.
അത് ശ്രമിച്ചു നോക്കുക. ഏപ്രിലിനുള്ളിലായിട്ട് തന്നെ അതിന് ഒരു തുടക്കം അനുകൂലമായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ ശുക്രൻ 7-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. വെള്ളിയാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ 7-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനാണ്. ധനലാഭം, നല്ല പ്രതാപം, സർവകാര്യ വിജയം, ഉത്തമമായിട്ടുള്ള ആഹാരം, ഭയങ്ങളൊക്കെ മാറിക്കിട്ടൽ, അതുപോലെ തന്നെ സ്ത്രീകൾ മൂലം പല നേട്ടങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അത് വളരെ നല്ലതാണ്. എന്നാൽ 7-ാം തീയതി വരെ അത്ര നന്നല്ല. പിന്നെ ശനി വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുകയാണ്. ധനലാഭം, രോഗശമനം, അധികാരപ്രാപ്തി, സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ജോലി ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചോളൂ. ഇപ്പം അനുകൂലമാണ്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെയുള്ള സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ് ഈ ശനി. എന്നാൽ രാഹു അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല ചെലവ് വരുത്തും, ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്, നഷ്ടങ്ങൾക്കൊക്കെ സാധ്യത വരുത്തും. എന്നാൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഈ ആയില്യ പൂജ വരുമ്പോഴൊരു 100 പാലും വഴിപാട് ചെയ്തു. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ ധാര നടത്തൽ, എന്തെങ്കിലും ഒരു വഴിപാട് ശിവപ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ക്ലേശങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണഫലങ്ങളാണ് കൂടുതലായിട്ട് ഉള്ളത്. ഇനി ഇടവക്കൂറ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം ആദ്യ പകുതി, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇവർക്ക് ആദിത്യൻ മാസം മുഴുവനും വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, ആരോഗ്യം അനുകൂലമായിരിക്കുക, അധികാരികളുടെ സഹായം, ബന്ധു സമാഗമനം ഉണ്ടാകുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പല നേട്ടങ്ങൾക്കും മനസ്സമാധാനത്തിനും ഒക്കെ നല്ല സാധ്യതയുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ്. മറ്റൊരു നല്ല ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അത് ഉഷ്ണ സംബന്ധമായ രോഗങ്ങളൊക്കെ വരുത്താം, പണത്തിന് ഞെരുക്കം ഉണ്ടാകാം, ചില അപമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വരിക, പൊതുവേ ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകലോ അങ്ങനെ ഒക്കെയുള്ള ചില ക്ലേശങ്ങൾ, വിദേശ യാത്രയ്ക്ക് സാധ്യത, യാത്രാ ക്ലേശങ്ങൾ, എന്നാൽ പല തടസ്സങ്ങളും പലയിടത്തും ഉണ്ടാകുക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്തോളൂ, ആ ദോഷങ്ങളും മാറിക്കിട്ടും. അവിടെ കടും പായസമോ പുഷ്പാഞ്ജലിയോ നെയ്വിളക്ക്, മാല ചാർത്തൽ, എന്തെങ്കിലും നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്താൽ മതി. അത് ചൊവ്വാഴ്ച ദിവസം ചെയ്യുക. പിന്നെ ബുധൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. പുതിയ സ്ഥാനമാനങ്ങൾ, ശത്രുപരാജയം, ധനാഗമം, പ്രശംസ ലഭിക്കുക, സുഖം, ബന്ധു സ്നേഹം, ആരോഗ്യം അനുകൂലമായി വരിക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വീട് വിട്ടുപോകേണ്ടി വരിക, നല്ല കാര്യത്തിനായിട്ടാണ് എങ്കിലും അധികമായിട്ടുള്ള ധനച്ചെലവുണ്ടാകുക, ദൂരയാത്ര, പിന്നെ മാതാവിന് വേണ്ടി ധനം അധികമായിട്ട് ചിലവാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചോ, വളരെയേറെ ശക്തിയുള്ളതാണ്, വളരെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിലോ അല്ല വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക. അത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക, വളരെ നല്ലതാണത്. എന്നാൽ വീട്, ഭൂമി, വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനോ അതൊന്ന് പുതുക്കി പണിയുന്നതിനോ വീട് പണിയുന്നതിനോ ഇതിനൊക്കെയുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതിനായിട്ട് ധനം ചിലവാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. വീടോ ഭൂമിയോ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. വാഹനം വാങ്ങൽ തൽക്കാലം ഒഴിവാക്കാമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ 7-ാം തീയതി വരെ അനുകൂലനാണ്. സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക, വസ്ത്രധനാദി ലഭിക്കുക, ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 7-ാം തീയതി
വരെ ഉള്ളൂ ഈ നല്ല ഫലങ്ങളെ. അതിനുശേഷം അങ്ങോട്ട് ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, ധനനഷ്ടം, അതുപോലെ സ്ത്രീകളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ക്ലേശങ്ങളോ ഇതിനൊക്കെ സാധ്യതയുണ്ട്. ശത്രു ക്ലേശങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള ചില ദോഷ അനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ ദേവീക്ഷേത്രത്തിലെ കഴിവനുസരിച്ചൊരു വഴിപാട് ചെയ്യുക, ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു. കർമ്മസ്ഥാനത്തെ ക്ലേശം, ജോലി മാറുന്നതിന് സാധ്യത, അങ്ങനെ അതുപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക, അല്ലെങ്കിൽ എള്ളുകിഴി വഴിപാട് ചെയ്യുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശനിയുടെ ദോഷം കുറയുന്നതാണ്. പിന്നെ രാഹു വളരെ അനുകൂലനാണ്, എന്നാൽ കേതു അത്ര അനുകൂലനല്ല, നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. ഇനി മിഥുനക്കൂറ്. പുണർദം, മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം മുക്കാല്, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവർക്ക് 13-ാം തീയതി വരെ സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നന്നായിട്ട് ക്ലേശങ്ങളെ, ധനച്ചെലവ് അധികമായി വരിക, അതുപോലെ തന്നെ അപവാദം കേൾക്കേണ്ടി വരിക, മനക്ലേശം ഉണ്ടാകുക, ബന്ധുവിരഹം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ശിവക്ഷേത്രത്തിൽ കൂവളമാല ചാർത്തൽ, ധാര വഴിപാട് ചെയ്യൽ, ഇങ്ങനെ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷം മാറിക്കിട്ടുന്നതാണ്. എന്നാൽ 14-ാം തീയതി മുതൽ ആദിത്യൻ വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. ധനലാഭം, ബന്ധുസമാഗമം, അധികാരികളിൽ നിന്നും ആനുകൂല്യങ്ങൾ, സന്തോഷം, സർവാഭിഷ്ട ലാഭം, ജോലി സ്ഥലത്ത് പല നേട്ടങ്ങൾ ഉണ്ടാകുക, പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിന് നല്ല ഒരു ജോലി ലഭിക്കുക, അതിന് അനുകൂലമായ സമയമാണ്. തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഈ 14-ാം തീയതി മുതൽ ഇങ്ങോട്ട്. പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മാസം മുഴുവനും. കാര്യഹാനി, സ്ഥാനഭ്രംശം, രോഗക്ലേശം, മാനഹാനി, കടം വാങ്ങേണ്ടി വരിക, ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ക്ലേശിപ്പിക്കുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു കടുംപായസമോ ഒരു മാല ചാർത്തലോ പുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം കുറഞ്ഞു കിട്ടും. ഇത് ചൊവ്വാഴ്ച ദിവസം ചെയ്യുക. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലനല്ല. നല്ല വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നല്ലതാണ്, ദോഷം കുറയും. പക്ഷേ 7-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് വളരെ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു. പുതിയ സ്ഥാനമാന ലാഭങ്ങളെ, ശത്രു പരാജയം ഉണ്ടാകുക, ജോലിക്കാരുമൊക്കെ അനുകൂലമായി വരിക, പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും നല്ലൊരു ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും 15-ാം തീയതി വരെ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുന്നു. അപ്പോൾ ദോഷപ്രദനായിട്ടാണ്. ഭാഗ്യക്കുറവ്, ദുഃഖം, സർക്കാർ മൂലം ക്ലേശങ്ങൾ, ഈശ്വരാധീനക്കുറവ് തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. സഹസ്രനാമ അർച്ചന മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ചെയ്യുക, ദോഷങ്ങൾ കുറയും. പക്ഷേ ഇത് 15-ാം തീയതി വരെ ഉള്ളൂ ഈ ദോഷങ്ങളെ. എന്നാൽ അതിന് ശേഷം ഇങ്ങോട്ട് വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. വേദദോഷം മാറിക്കിട്ടുന്നു. അപ്പോൾ നല്ല ധനനേട്ടം, സ്ഥാനമാന ലാഭം, ശത്രുനാശം, സർവകാര്യ വിജയം, സന്താന ഭാഗ്യം, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, വിവാഹം അനുകൂലമായി വരിക, വിവാഹം നടക്കുന്നതിന് അനുകൂലമായിട്ടുള്ള തുടക്കങ്ങൾ കുറിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക. സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക, ആരോഗ്യമൊക്കെ നന്നായി വരിക, ധനലാഭം, ഭാഗ്യാനുകൂല്യം, ഇതൊക്കെ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ശനി അത്ര അനുകൂലനല്ല. കാര്യതടസ്സത്തിന് സാധ്യതയുണ്ട്.
പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ മനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ മഹാദേവന് ധാര നടത്തലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ സർപ്പപൂജ ചെയ്ത് കഴിഞ്ഞാൽ രാഹുവിൻ്റെ ക്ലേശം മാറും. ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ ഗണപതി ഹോമോ ചെയ്യലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും ഉണ്ടായില്ല. പൊതുവെ നല്ല ഫലങ്ങൾക്കാണ് കൂടുതലും സാധ്യത കാണുന്നത്. പ്രത്യേകിച്ച് 15-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് വളരെ നല്ല സമയമാണ്. ഇനി കർക്കിടകക്കൂറ്, പുണർദം, കാല, പൂയം, ആയില്യം, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ കർക്കിടകക്കൂറ്. ഇവർക്ക് ഇപ്പോൾ സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ശത്രുക്ലേശം, ഉഷ്ണ സംബന്ധമായ രോഗങ്ങളെ, അധികാരികൾ മൂലം പല ക്ലേശങ്ങളെ, അതുപോലെ തന്നെ പത്നി കോപം, ബന്ധുവിരഹം, അപമാനം സഹിക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഈ മാസം മുഴുവനും സൂര്യൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂളമാല ചാർത്തലോ മഹാദേവന് അർച്ചന ചെയ്യലോ ഓം നമഃശിവായ ജപിക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷമൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനാശം, വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, നേത്ര സംബന്ധമായ രോഗമുണ്ടാകുക, ഉദര സംബന്ധമായ ക്ലേശങ്ങൾ, സ്ഥാനഭ്രംശം, കാര്യതടസ്സം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക. ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനക്ലേശം, മനക്ലേശം, കാര്യ തടസ്സങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇത് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ബുധനാഴ്ച ദിവസം അത്ര നന്നല്ല എന്ന് വേണം കരുതാൻ. ബുധനും ചൊവ്വയും അത്ര അനുകൂലമല്ല. പിന്നെ വ്യാഴം ദോഷഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതിന് വിപരീത വേദം ഭവിക്കുന്നു. അത് കാരണം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ ധനലാഭം, ഗ്രഹലാഭം, ഉയർച്ച, എല്ലായിടത്തും ഒരു ഉയർച്ച, സർവകാര്യ വിജയം, പൊതുവെ ഭാഗ്യം അനുകൂലമായി വരിക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ അത്ര ദോഷപ്രദനല്ല, പക്ഷേ 7-ാം തീയതി വരെ അത്ര അനുകൂലനല്ല എന്നുണ്ട്. സ്ത്രീകൾ മൂലം ക്ലേശത്തിന്, നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ദേവീ പ്രീതി വരുത്തി കഴിഞ്ഞാൽ ദേവീ ക്ഷേത്രത്തിൽ ഒരർച്ചനയോ മാല ചാർത്തലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം കുറയും. പിന്നെ ശനി അഷ്ടമശനിയായി തുടരുന്നു. വളരെ ദോഷപ്രദനാണ്. എല്ലാ കാര്യങ്ങളിലും പരാജയമോ തടസ്സമോ ധനക്ലേശമോ ഒക്കെ ഉണ്ടാകാം. മനക്ലേശം നന്നായിട്ടുണ്ടാകാം. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴി ചാർത്തലോ എള്ളുകിഴി വഴിപാട് നടത്തലോ ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ ദോഷങ്ങൾ കുറയും. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും നല്ലതാണ്. ഈ ശനിദോഷം കുറയുവാൻ നല്ലതാണ്. ഹനുമാൻ ചാലിസ എന്നും ജപിക്കാവുന്ന വരിയിൽ അത് നല്ലതാണ്. ശനിദോഷം കുറഞ്ഞു കിട്ടും. അഷ്ടമശനി നന്നായിട്ട് ക്ലേശിപ്പിക്കുന്നതാണ്. ഒരു വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അഷ്ടമശനി ഉണ്ടെങ്കിൽ വീട്ടിൽ നല്ല ടെൻഷനൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ആ അഷ്ടമശനി ആർക്കാണോ ഉള്ളത് ആ ആളിൻ്റെ പേരിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തൽ, അയ്യപ്പന് എള്ളുകിഴി നടത്തൽ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ദോഷം കുറയും. പിന്നെ കേതു അനുകൂലനായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. രാഹു അത്ര അനുകൂലനല്ല. അപ്പോൾ ശിവപ്രീതി വരുത്തിയാൽ മതി. പിന്നെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഈ സർപ്പപൂജ ഉണ്ടെങ്കിൽ അവിടെ ഒരു 100 പാലും വഴിപാടോ സർപ്പപൂജ, ആയില്യപൂജ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. ഇനി ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം, കാല, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് ഈ ചിങ്ങക്കൂറ്. ഇവർക്ക് ഇപ്പോൾ ആദിത്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വീട്ടുകാരും സ്നേഹിതരും ഒക്കെ ആയിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, രോഗക്ലേശങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടാകുക, ഉഷ്ണ സംബന്ധമായ രോഗങ്ങളെ,
ഇങ്ങനെ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക, ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ 15-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനലാഭം, വസ്ത്രാഭരണാദി ലാഭം, രോഗമുക്തി, ശത്രുനാശം, സർവകാര്യ വിജയം, പൊതുവെ എല്ലായിടത്തും അനുകൂലമാണ് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ കുജൻ. പക്ഷേ ഇത് 15-ാം തീയതി വരെയേ ഉള്ളൂ ഈ നല്ല ഫലങ്ങൾ തരുന്നത്. അതിന് ശേഷം എന്നാൽ അങ്ങോട്ട് നേരെ വിപരീതമാകുന്നതാണ്. വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നേത്ര സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഒന്ന് ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്കോ കടുംപായസമോ മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട്, പുഷ്പാഞ്ജലി ആയാലും മതി, ഒരു വഴിപാട് ചെയ്യുക ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. സുബ്രഹ്മണ്യ സ്വാമിയുടെ അഷ്ടോത്തരശതം ജപിക്കാവുന്ന വരിയിൽ വളരെ നല്ലതാണ്, ദോഷം മാറിക്കിട്ടും. പിന്നെ ബുധൻ നല്ല ഇതാണ്, ധനനേട്ടവും സന്താനങ്ങൾ നിമിത്തമായിട്ടൊക്കെ സന്തോഷം ഉണ്ടാകുക അതൊക്കെ തരും. എന്നാൽ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ചില മനക്ലേശത്തിന് സാധ്യതയും കാണുന്നുണ്ട്. അപ്പം ഈ രേവതി നാളുകളിൽ വരുന്ന ദിവസങ്ങൾ അത്ര അനുകൂലമാകില്ല, ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ദോഷങ്ങൾ കുറഞ്ഞ് കിട്ടുന്നതാണ്. പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ട് തന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഭാഗ്യം വളരെ അനുകൂലമാകും. ഈശ്വരാധീനം ഉണ്ടാകുക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക, സന്താനമില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യത്തിനൊരു തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം ഇതുവരെ മുടങ്ങിക്കിടന്നവർക്ക് അതിനും ഒരു തുടക്കം കുറിക്കുന്നതാണ്. അത് പക്ഷേ 7-ൽ ശനി ഉള്ളതുകൊണ്ട് അതത്ര അങ്ങോട്ട് അനുകൂലമായി എന്ന് വരില്ല, എങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാകും. പിന്നെ ഗ്രഹലാഭത്തിനും നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. ജോലി സ്ഥലത്ത് നല്ല സ്ഥാനമാന ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും. പൊതുവേ വളരെ നല്ല ഇതാണ്. നെയിം, ഫെയിം, മണി ഇതെല്ലാം അനുകൂലമായിട്ട് വരുന്നതാണ്. പിന്നെ ശുക്രൻ ഈ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുക്കളുമായിട്ട് തർക്കമോ സ്ത്രീകൾ മൂലം ആയിട്ട് മനക്ലേശമോ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ വഴിപാട് കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യുക, പുഷ്പാഞ്ജലിയോ മാല ചാർത്തലോ ഒക്കെ ഒന്ന് ചെയ്യുക. ദേവിയുടെ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരശതം ജപിക്കുക, മഹാലക്ഷ്മി സ്തവം ജപിക്കുക, ഇതൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്, ദോഷം കുറയാൻ അനുകൂലമാണ്. പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു എങ്കിലും വ്യാഴൻ വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്ന കാരണം ശനിദോഷം അത്ര അങ്ങോട്ട് ബാധിക്കില്ല. എങ്കിലും അയ്യപ്പസ്വാമിക്കൊരു നീരാഞ്ജനമോ എള്ളുകിഴിയോ നടത്തുന്നത് നല്ലതാണ്. പിന്നെ രാഹു കേതുക്കളെ 8-ലും 2-ലുമായിട്ട് സഞ്ചരിക്കുന്നു, അതും അത്ര നന്നല്ല. അപ്പോൾ മഹാദേവ ക്ഷേത്രത്തിൽ വല്ല ഒരു വഴിപാട് ചെയ്യുക, ധാരയോ ഒരു പുഷ്പാഞ്ജലിയോ കൂളമാല ചാർത്തലോ ഒക്കെ ചെയ്യുക. അതുപോലെ ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കൽ ചെയ്യുക, ഈ സർപ്പപൂജ ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹു കേതുക്കളുടെ ദോഷം ലേശവും ബാധിക്കില്ല. ഇനി കന്നിക്കൂറ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര ആദ്യ പകുതി, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് കന്നിക്കൂറ്. ഇവർക്കിപ്പോൾ 13-ാം തീയതി വരെ സൂര്യൻ അനുകൂലനാണ്. എല്ലായിടത്തും ഒരു കാര്യലാഭം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ലോക ബഹുമാനം ലഭിക്കുക, രോഗനാശം ഉണ്ടാകുക, മനസ്സന്തോഷം ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 14-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ്. മീനമാസം 1-ാം തീയതി മുതൽ വീട്ടുകാരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, കാര്യപരാജയങ്ങളെ, ഉദര സംബന്ധമായ ക്ലേശങ്ങളെ, ഭാര്യ സംബന്ധമായ ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ പുഷ്പാഞ്ജലിയോ ഒക്കെ വഴിപാട് ചെയ്യുക, നല്ലതാണ്. ഓം നമഃശിവായ ജപിക്കുക, കാലത്തും വൈകിട്ടും 108 പ്രാവശ്യം വീതം, അതും നല്ലത് തന്നെയാണ്. പിന്നെ കുജൻ 15-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. ശത്രുക്ലേശം, ധനനാശം, സന്താനങ്ങൾ കാരണമായിട്ട് മനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു.
അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസമോ ഒരു നെയ്വിളക്കോ മാലയോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്, ദോഷം കുറയും. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലനാണ് ഈ ബുധൻ്റെ സഞ്ചാരം. 7-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അനുകൂലൻ അല്ലാതെ ആണ് സഞ്ചരിക്കുക. അപ്പോൾ ശത്രുക്ലേശത്തിന് സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുകയോ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴം പൊതുവെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക, ദോഷപ്രദനാണ്. നല്ല രോഗക്ലേശങ്ങളെ, ദുഃഖം ഉണ്ടാകുക, സ്ഥാനഭ്രംശം ഉണ്ടാകുക, ധനക്ലേശം, പിന്നെ സർക്കാർ മൂലമായിട്ട് പല ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാതാവിന് വേണ്ടിയിട്ടും ചില ധനം അധികമായിട്ട് ചിലവാക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമം എന്നും തുടർച്ചയായിട്ട് ജപിക്കാവുന്ന ഏരിയയിൽ വളരെയൊക്കെ ദോഷത്തിന് വ്യത്യാസം ഉണ്ടാകും, കുറവുണ്ടാവും. അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊരു സഹസ്രനാമം അർച്ചന ചെയ്താലും മതി, ഓരോ വ്യാഴാഴ്ച ദിവസങ്ങളിൽ, അതും നല്ലത് തന്നെയാണ്. പിന്നെ ശുക്രൻ 7-ാം തീയതി വരെ അനുകൂലനാണ്. തൊഴിലിൽ ഒരു ഉയർച്ച ഉണ്ടാകുക, ധനധാന്യാദി ലാഭം ഉണ്ടാകുക, നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 7-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ദോഷപ്രദനായിട്ടാണ് കാണുന്നത്. ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, സന്താനങ്ങൾ കാരണമായിട്ട് മനപ്രയാസം ഉണ്ടാകുക തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി സ്തവങ്ങൾ ജപിക്കുകയോ മഹാലക്ഷ്മി അഷ്ടോത്തരശതം ജപിക്കുകയോ ദേവീക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് ഈ ദോഷങ്ങൾ കുറയാൻ നല്ലതാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് ആണ് സഞ്ചരിക്കുന്നത്. ധനധാന്യാദി അഭിവൃദ്ധി ഉണ്ടാകുക, കുടുംബ സുഖം ഉണ്ടാകുക, ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊരു തുടക്കം കുറിക്കുന്നതാണ്. നല്ല ജോലി ലഭിക്കുന്നതിന് സാധ്യത ഉണ്ട്. പൊതുവെ വളരെയേറെ നല്ല ഫലങ്ങളാണ് ശനി തരിക. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലമല്ല. രാഹു 7-ലും കേതു ജന്മത്തിലുമായിട്ടാണ് സഞ്ചരിക്കുക. അത് ദോഷപ്രദമാണ്. അപ്പോൾ മഹാദേവന് കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക. ധാരയോ കൂളമാലയോ പുഷ്പാഞ്ജലിയോ ഒക്കെ വഴിപാട് ചെയ്യുക. അടുത്തുള്ള സർപ്പക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ അടുത്ത ക്ഷേത്രങ്ങളിൽ ഉപദേവ പ്രതിഷ്ഠയായിട്ട് സർപ്പങ്ങളുണ്ടെങ്കിൽ ആയില്യത്തിന് അവിടെ പൂജ ചെയ്യാറുണ്ട്. അവിടെ ഒരു എന്തെങ്കിലും ഒരു 100 പാലുമോ അല്ല ഒരു മഞ്ഞളഭിഷേകമോ പാലഭിഷേകമോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഗണപതി ഹോമം ചെയ്യലോ ഒക്കെ ചെയ്യാവുന്നതിൽ വളരെ നല്ലതാണ്. കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. ഇനി തുലാക്കൂറ്. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം, മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഇപ്പോൾ സൂര്യൻ 13-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് മനക്ലേശം, ധനക്ലേശം, ശത്രുക്ലേശം, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ശിവക്ഷേത്രത്തിൽ ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക, അത് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. എന്നാൽ 14-ാം തീയതി മുതൽ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സർവകാര്യ വിജയം, സന്തോഷം, സ്വാസ്ഥ്യം, ശരീരത്തിന് പൊതുവെ സ്വസ്ഥത ഉണ്ടാകുക, ധനലാഭം ലഭിക്കുക, ലോക ബഹുമാനം, ഉത്തമമായിട്ടുള്ള ആഹാര വസ്ത്രാദി ലാഭങ്ങളെ, പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും നല്ല സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ സൂര്യൻ മീനമാസം 1-ാം തീയതി മുതൽ 14-ാം തീയതി, മാർച്ച് 14 മുതൽ. പിന്നെ കുജൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ശത്രുക്ലേശം ഉണ്ടാക്കാം, പണത്തിന് പൊതുവെ ബുദ്ധിമുട്ടുണ്ടാക്കുക, രക്തസംബന്ധമായിട്ടുള്ള രോഗമോ ഉദര സംബന്ധമായ രോഗങ്ങളോ ഒക്കെ വരുന്നതിന് സാധ്യത ഉണ്ട്. അതുപോലെ ചില സ്ഥാനഭ്രംശത്തിനൊക്കെയും സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾ മൂലമായിട്ട് നല്ല മനക്ലേശത്തിന് സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ ദോഷപ്രദൻ അല്ല. കാര്യവിജയം, ഉത്തമ അന്ന വസ്ത്രാദികളൊക്കെ തരിക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴൻ വളരെ അനുകൂലനായി സഞ്ചരിക്കുന്നു. ധനനേട്ടം, സർവകാര്യ വിജയം,
നാനാവിധ സുഖങ്ങൾ ലഭിക്കുക, സന്താന ഭാഗ്യം ഉണ്ടാകുക. ഇതുവരെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനും ഒരു അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ്. പിന്നെ ജോലി, ബിസിനസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാണ്. ശുക്രൻ മാസം മുഴുവനും അനുകൂലമായിട്ട് തന്നെയാണ് തുടരുന്നത്. ധനലാഭം, കുടുംബസുഖം, എല്ലാവിധമായ സുഖം ലഭിക്കൽ, സ്നേഹിതർ മൂലം നല്ല സന്തോഷം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, തൊഴിലിലൊരു ഉയർച്ച, ഒരു സന്തോഷം ഉണ്ടാകുക, വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശുക്രൻ. പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അത് കുടുംബക്കാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനോ ഒക്കെ സാധ്യത ഉണ്ട്. സന്താനങ്ങൾ മൂലം മനക്ലേശത്തിന് സാധ്യത ഉണ്ട്. ഇതൊക്കെ അപ്പോൾ ഈ ശനിയാഴ്ച ദിവസങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ശനിയാഴ്ച ദിവസങ്ങളിൽ പൊതുവേ യാത്രയൊക്കെ കഴിവതും ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, ഹനുമാൻ ചാലിസൽ ജപിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദോഷങ്ങൾ മാറിക്കിട്ടും. രാഹു വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ കേതു അത്ര അനുകൂലമല്ല. അധികമായിട്ടുള്ള ചിലവ് വരുത്തുന്നതിന് സാധ്യത ഉണ്ട്. ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ കേതുവിൻ്റെ ദോഷം ബാധിക്കില്ല ഒട്ടും. ഒരു നാളികേര ഉടയ്ക്കലോ അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മുടെ ജന്മനാൾ വരുമ്പോൾ ചെയ്താലും മതി. ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിച്ചാലും നല്ലതാണ്. 108 പ്രാവശ്യം ദോഷങ്ങൾ കുറയും. ഇനി വൃശ്ചികക്കൂറ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് വൃശ്ചികക്കൂറ്. ഇവർക്കിപ്പോൾ സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഗ്രഹകലഹം, യാത്രാക്ലേശം, സ്ത്രീകൾ മൂലമായിട്ട് നല്ല മനക്ലേശം ഉണ്ടാകാം. സ്നേഹിതർ കാരണമായിട്ടും സന്താനങ്ങൾ കാരണമായോ ഒക്കെ മനക്ലേശത്തിനും സാധ്യത കാണുന്നു. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂളമാലയോ, ജലധാര മതി, കൂളമാല ചാർത്തലോ, ഇനി കൂളത്തിൻ്റെ ഇല കൊണ്ട് ഒരു അർച്ചന ചെയ്യിച്ചാലും വളരെ നല്ലതാണ്. കുറച്ച് ലൂസായിട്ടുള്ള കൂളത്തിൻ്റെ ഇല കൊണ്ട് കൊടുത്തിട്ട് അർച്ചന ചെയ്യിപ്പിച്ചാൽ നല്ലതാണ്. ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ 15-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. 15-ാം തീയതി വരെ സർവകാര്യ വിജയം, ധനനേട്ടം, സുഖം, ശത്രുനാശം, രോഗമുക്തി, ഉത്തമമായ ആഹാരങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 15-ാം തീയതി വരെയുള്ളൂ ഇത്. അതിനുശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. രക്തസംബന്ധമായ രോഗങ്ങളെ, പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാകുക, സ്ഥാനഭ്രംശം, അതുപോലെ തന്നെ ബന്ധുക്ലേശങ്ങളെ, ഉദര രോഗം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 7-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, കുടുംബസുഖം മുതലായ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 7-ാം തീയതി കഴിഞ്ഞാൽ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, ഭാര്യാപുത്രാദികൾ മൂലമായിട്ടുള്ള മനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. നല്ല ടെൻഷൻ തരുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും കാലത്തോ വൈകിട്ടോ ആയാലും മതി, എന്നും സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴം വളരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളെ, സർക്കാർ ക്ലേശങ്ങളുണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക, വീട്ടിലൊരു മ്ലാനത ഉണ്ടാകുക, ധനം, സ്വർണം മുതലായവയൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ തന്നെയും സാധ്യത കാണുന്നു. തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നവരിൽ ഈ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ, വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ചെയ്യുക, ദോഷം കുറയും. ഇത് വ്യാഴാഴ്ചയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ യാത്രയൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ ശുക്രൻ 7-ാം തീയതി മുതൽ അനുകൂലനാണ്. 7-ാം തീയതി വരെ അത്ര നന്നല്ല. പക്ഷേ 7-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് നല്ല ഫലങ്ങൾ തരുന്നതാണ്. ധനലാഭം, കുടുംബസുഖം, സ്നേഹിതർ മൂലം നേട്ടങ്ങളെ, എല്ലാവിധമായ സുഖങ്ങൾ ലഭിക്കൽ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായിട്ട് തന്നെ തുടരുന്നു.
സ്ഥാനപരിവർത്തനം, ധനക്ലേശം, ബന്ധുവിയോഗം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തൽ, ഈ വഴിപാടൊക്കെ ചെയ്യുക, ഹനുമാൻ ചാലീസ ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ തന്നെ ശനിയുടെയും ഈ രാഹുവിൻ്റെയും ഒക്കെ ദോഷങ്ങളും കുറഞ്ഞു കിട്ടും. അപ്പോൾ രാഹു ദോഷപ്രദനാണ്. അതിനായിട്ട് ശിവപ്രീതി വരുത്തുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ടും ഈ രാഹുവിൻ്റെ ദോഷമൊക്കെ കുറഞ്ഞു കിട്ടും. അടുത്തുള്ള ക്ഷേത്രത്തിൽ സർപ്പപൂജ ചെയ്യാവുന്ന വരിയിൽ 100 പാലും വഴിപാട് ചെയ്യാവുന്ന വരിയിലും നല്ലതാണ്, ദോഷങ്ങൾ കുറയും. ഇനി ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം, കാല്, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് സൂര്യൻ 13-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. മനസ്സമാധാനം കിട്ടുക, രോഗമുക്തി ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, സർവാഭിഷ്ടങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. സ്ഥാനമാനം ഒക്കെ ലഭിക്കുക, മിത്രങ്ങൾ മൂലമൊക്കെ നല്ല സന്തോഷങ്ങളോ പല നേട്ടങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ 14-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഗ്രഹകലഹം, മനക്ലേശം, യാത്രാക്ലേശങ്ങൾ, സ്ത്രീകൾ മൂലമായിട്ട് ക്ലേശങ്ങൾ തുടങ്ങിയ മനക്ലേശത്തിനൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവനെ ധാരയോ കൂളമാലയോ വഴിപാടൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ 15-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അത് ധനനാശം ഉണ്ടാക്കാം, കടുത്ത വാക്കുകൾ മൂലമായിട്ട് പല ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ വരുത്താം, ശത്രുതയും ഉണ്ടാകാം, കാര്യപരാജയം തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദോഷം കുറയും. ഇത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വേണം ചെയ്യാൻ. എന്നാൽ 15-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് കുജൻ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. സർവകാര്യ വിജയം, ധൈര്യം, സുഹൃത്തുക്കൾ മൂലം സന്തോഷം, നേട്ടം, ശത്രുനാശം, രോഗശമനം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. 7-ാം തീയതി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ധനലാഭം, കുടുംബസുഖം, മാതൃസുഖം, മനസ്സമാധാനം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴൻ 5-ാം ഭാവത്തിലാണ്, വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ വ്യാഴത്തിന് വേദം ദോഷം ഭവിക്കുന്നു. അപ്പോൾ വ്യാഴനും 4-ൽ എന്ന പോലെ ഫലം തരികയുള്ളൂ. അത് അത്ര നന്നല്ല. ധനക്ലേശമൊക്കെ വരുത്താം. പിന്നെ യാത്രാക്ലേശം, മാതാവിന് വേണ്ടി അധികമായ ധനച്ചെലവ്, ജന്തുക്കൾ മൂലമായിട്ടൊക്കെ പല നഷ്ടങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ വരുത്താം. വീട് വിട്ടുപോകേണ്ടി വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലോട്ട്, 9-ലോട്ട്, 11-ലോട്ടൊക്കെ ഉള്ളത് വളരെയേറെ നല്ലതാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. പല നേട്ടങ്ങളും ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. സന്താനങ്ങൾക്കായാലും വിദേശത്ത് പോകുന്നതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ്. പിന്നെ ശുക്രൻ 7-ാം തീയതി വരെ അനുകൂലനാണ്. എങ്കിലും 7-ാം തീയതിക്ക് ശേഷം അത്ര നല്ലതല്ലാത്ത സ്ഥാനത്താണ് സഞ്ചരിക്കുക. ധനഹാനി, വ്യവസായത്തിലൊക്കെ നഷ്ടം വരിക, ശത്രുക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ദേവീപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശനി വളരെ അനുകൂലനായി സഞ്ചരിക്കുന്നു. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ഉദ്യോഗം ലഭിക്കുക, പൊതുവെ നല്ല സുഖം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആരോഗ്യം അനുകൂലമായിരിക്കുക, നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. രാഹു കേതുക്കൾ രണ്ടും അത്ര നന്നല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ശിവപ്രീതി വരുത്തലും ഈ ഗണപതി പ്രീതി വരുത്തലും ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഇനി മകരക്കൂറ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യം പകുതി, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് സൂര്യൻ 13-ാം തീയതി വരെ ദോഷപ്രദനാണ്. നല്ല മനക്ലേശമോ ധനക്ലേശമോ ഒക്കെ വരുത്താം. ദുഃഖമോ
പിന്നെ ചതിവ് പറ്റുന്നതിനും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ട സമയമാണ്. നേത്ര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്യാപാരമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഒത്തിരി നഷ്ടം വരുന്നതിനൊക്കെ സാധ്യതയുണ്ട് 13-ാം തീയതി വരെ ഉള്ള സമയം. അപ്പോൾ ശിവക്ഷേത്രത്തിലെ ധാര നടത്തലോ ജലധാരയായാലും മതി, അതൊരു കഴിവിനനുസരിച്ച് ചെയ്യുക. കൂളമാല ചാർത്തലായാലും മതി. അപ്പോൾ അർച്ചന ചെയ്യുന്നതൊക്കെ ആയാലും ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരും. പക്ഷേ 14-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. രോഗമുക്തി, മനസുഖം, ശത്രുപരാജയം, ധനലാഭം, സർവാഭിഷ്ടലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ കുജൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക. വീട്ടുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, രക്തസംബന്ധമായ രോഗം, മുറിവ്, വ്രണങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. മനസ്സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. പിന്നെ കടുത്ത വാക്കുകൾ മൂലം ദോഷവും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, അപ്പം ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ 7-ാം തീയതി വരെ അനുകൂലനാണ്, ധനനേട്ടം ഉണ്ടാകും. എന്നാൽ 7-ാം തീയതി കഴിഞ്ഞാൽ അങ്ങോട്ട് ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ശത്രുത ഉണ്ടാകുക, പല ദോഷങ്ങൾക്കും സാധ്യതയുണ്ട്. മിത്രങ്ങൾ മൂലമായിട്ടോ അയൽവക്കക്കാർ മൂലമൊക്കെ ആയിട്ട് പല ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കലോ സഹസ്രനാമ അർച്ചന ചെയ്യലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാവും. പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനാശം, ശത്രുക്ലേശം, അപമാനം, ജന്തുക്കളെ കൊണ്ട് ക്ലേശങ്ങൾ, അതുപോലെ ദൂരയാത്ര പോകേണ്ടി വരിക, യാത്രാ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് ജപിച്ചുള്ള ദോഷങ്ങൾക്ക് കുറവുണ്ടാവും. എന്നാൽ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിനൊരു സാധ്യതയും കാണുന്നുണ്ട്. വാഹനം വാങ്ങാനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് ശ്രമിച്ചോളുക, അത് ശരിയായി വരും. പിന്നെ ശുക്രൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, സർവ്വവിധമായ സുഖപ്രാപ്തി, ലോക ബഹുമാനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി 7.5 ശനിയായിട്ട് തന്നെ തുടരുന്നു. ധനക്ലേശം, ബന്ധുവിരോധം, കാര്യതടസ്സം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക, ദോഷം കുറഞ്ഞു കിട്ടും. രാഹു അനുകൂലനാണ്, പക്ഷേ കേതു അത്ര അനുകൂലനല്ല. അപ്പോൾ പിതൃ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾക്ക്, പിതാവ് മൂലം ക്ലേശങ്ങൾ, മനക്ലേശം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. പിതൃബന്ധുക്കളുമായിട്ടും ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. ഇനി കുംഭക്കൂറ്, അവിട്ടം 2-ാം പകുതി, പിന്നെ ചതയം, പൂരിട്ടാതി മുക്കാൽ, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് കുംഭക്കൂറ്. ഇവർക്കിപ്പോൾ സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ഉദരസംബന്ധമായ രോഗം, മനക്ലേശം, ധനനഷ്ടം, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, നേത്ര സംബന്ധമായ രോഗങ്ങളെ, ചതിവ് പറ്റുന്നതിന് സാധ്യത. അപ്പോൾ വ്യാപാരം ഒക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ അതിലൊക്കെ ചില നഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. മഹാദേവന് ധാരയോ ഗൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്യാവുന്നവരിൽ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുക. ധനം ചെലവ് അധികമായിട്ട് വരിക, മനക്ലേശം, ബന്ധുവിരോധം, ഉഷ്ണരോഗം, നേത്രരോഗം, പിന്നെ വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങളാണ് തരുന്നത് മാസം മുഴുവനും. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, അത് ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുത്തുന്നതാണ്. പിന്നെ ബുധൻ 7-ാം തീയതി മുതൽ അനുകൂലനാണ്. സന്തോഷം, സജ്ജന സംസർഗം, രത്നാഭരണാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്ഥാനഭ്രംശം, ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, പിതൃക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ജോലി സ്ഥലത്ത് ചില മാറ്റത്തിനൊക്കെയും സാധ്യത കാണുന്നുണ്ട്.
അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് ശ്രമിക്കുക. അതുകൊണ്ട് ഒത്തിരി ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ചെയ്യിച്ചാലും മതി, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക നല്ലതാണത്. പിന്നെ ശുക്രൻ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു, അത്ര ദോഷപ്രദനല്ല. ധനലാഭം, സുഖപ്രാപ്തി, ശത്രുനാശം, മനസമാധാനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. ശനി ജന്മശനിയായിട്ട് സഞ്ചരിക്കുന്നു. 7.5 ശനിയുടെ മധ്യഭാഗമാണ്. വളരെയേറെ ക്ലേശത്തിന് സാധ്യതയുള്ള സമയമാണ്. ആകയാൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തലോ തുടങ്ങിയ വഴിപാടുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഹനുമാൻ ചാലീസ ജപിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് മൂലമായിട്ട് ജോലി സ്ഥലത്തും ക്ലേശത്തിന് സാധ്യതയുണ്ട്, കുടുംബ ജീവിതത്തിലും ക്ലേശത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് ചാർത്തലോ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെയേറെ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. പിന്നെ കേതു അത്ര അനുകൂലനല്ല. അപ്പം ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ അതിന് ആ ദോഷവും കുറഞ്ഞു കിട്ടും. ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് മൂലം രാഹുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ്. രാഹുവും ധനസ്ഥാനത്താണ് ക്ലേശിപ്പിക്കുക. പക്ഷേ മഹാദേവനെ വഴിപാട് ചെയ്യുകയോ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ സർപ്പപൂജ ഉണ്ടെങ്കിൽ അവിടെ ഒരു 100 പാലും വഴിപാട് ചെയ്യുകയോ ചെയ്താൽ മതി, ദോഷം കുറയും. ഇനി മീനക്കൂറ്, പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. ഇവർക്കിപ്പോൾ മാസം മുഴുവനും സൂര്യൻ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഉദര സംബന്ധമായ രോഗം, ബന്ധുക്കളുമായ അഭിപ്രായ വ്യത്യാസം, പരദേശഗമനം, ബന്ധുവിയോഗം, ധനക്ലേശം, യാത്രാക്ലേശം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ശിവന് ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് ചെയ്താൽ ഈ ദോഷം കുറഞ്ഞു കിട്ടും. ഓം നമഃശിവായ ജപിച്ചാലും മതി, ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ 15-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. ധാന്യ വസ്ത്രാദി ലാഭം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, ഭൂമി ലഭിക്കുന്നതിനും ഒക്കെ ഒരു തുടക്കം കുറിക്കുന്നതാണ്. അപ്പോൾ ആരോഗ്യമൊക്കെ വളരെ അനുകൂലമായി വരുന്നതാണ്. എന്നാൽ ഇത് 15-ാം തീയതി വരെയാണ് ഈ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുക. 15-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അധിക ധന ചെലവുണ്ടാകുക, ബന്ധുവിരോധം ഉണ്ടാകുക, നേത്രരോഗം, ഉഷ്ണരോഗം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമുക്കൊരു കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യുക. ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ഒരു പുഷ്പാഞ്ജലി മതി. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് കിട്ടും. പിന്നെ ബുധൻ അത്ര അനുകൂലൻ അല്ല, മനക്ലേശം തരുന്നതിന് സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അല്ലെ വിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴൻ അനുകൂല ഭാവത്തിലാണെങ്കിലും വേദദോഷം ഭവിക്കുന്നു. അത് കാരണം ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക. അധികമായിട്ടുള്ള ധനച്ചെലവ്, ദൂരയാത്ര, യാത്രാക്ലേശം, വീട് വിട്ടുപോകേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, അതുപോലെ സഹസ്രനാമ അർച്ചന ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ ശുക്രൻ ദോഷപ്രദനല്ല, പക്ഷേ ചില തടസ്സങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ദേവി നാമം ജപിക്കുക, നല്ലതാണത്. പിന്നെ ശനി 7.5 ശനിയായിട്ട് തന്നെ തുടരുന്നു, ക്ലേശപ്രദമാണ്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. അധികമായിട്ടുള്ള ചിലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട്. രാഹുകേതുക്കൾ അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുക. ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക. അപ്പോൾ ഈ രാഹുവിൻ്റെ ദോഷം കുറയും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്, ഈ രാഹുദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ഗണപതി പ്രീതി വരുത്തുക, ഗണപതി ഹോമം ചെയ്യലോ നാളികേര ഉടയ്ക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം 108 പ്രാവശ്യം ജപിച്ചാലും മതി, നല്ലതാണത്. എല്ലാ തടസ്സങ്ങളും മാറും, കേതുവിൻ്റെ ദോഷവും കുറയും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു. ഓ